നമസ്തേ, നാട്ടുവരമ്പിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഭൗമസൂചിക പദവി ലഭിച്ച മറയൂർ ശർക്കരയുടെ മാഹാത്മ്യം തേടിയുള്ള യാത്രയാണ് ഇത്തവണത്തെ നാട്ടുവരമ്പിൽ. മറയൂർ ശർക്കര ഉൽപ്പാദിപ്പിക്കുന്ന വളരെ കുറച്ച് യൂണിറ്റുകൾ മാത്രമാണ് ഇന്ന് മറയൂരിൽ അവശേഷിക്കുന്നത്. മറയൂർ ശർക്കരയുടെ ഉൽപാദന രീതിയും ഈ മേഖല നേരിടുന്ന പ്രതിസന്ധികളുമാണ് ഇത്തവണത്തെ നാട്ടുവരമ്പ്. ഇടുക്കിയിലെ മൂന്നാറിൽ നിന്ന് 42 കിലോമീറ്റർ മാറിയാണ് മനോഹരമായ മറയൂർ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ട മലനിരകൾക്കിടയിലെ സ്ഥാനം മറയൂരിന്റെ ഭൂപ്രകൃതിയെ വ്യത്യസ്തമാക്കുന്നു. കരിമ്പ് കൃഷി അടിസ്ഥാനമാക്കിയുള്ള പരമ്പരാഗത ശർക്കര നിർമ്മാണം മറയൂരിനെ ലോകപ്രശസ്തമാക്കി. മറയൂർ ശർക്കര ഭാരത സർക്കാരിന്റെ ഭൗമസൂചിക പദവി ലഭിച്ച ഒരു ഉൽപ്പന്നമാണ്. പരമ്പരാഗത മേന്മകളും ദേശപരമായ സവിശേഷതകളും ഗുണനിലവാരവും കണക്കിലെടുത്താണ് സർക്കാർ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് ഭൗമസൂചിക പദവി നൽകുന്നത്. ഭൗമസൂചിക പദവി ലഭിച്ചതിന് ശേഷം ശർക്കരയ്ക്ക് ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. അതിന് മുമ്പ് 60 രൂപയായിരുന്നു. ഇപ്പോൾ ഹോൾസെയിൽ വില 80 രൂപയ്ക്ക് എത്തിയിട്ടുണ്ട്. ലോക്കൽ മാർക്കറ്റുകളിൽ ഒരു റീറ്റെയിൽ ഷോപ്പിലൊക്കെ 170 രൂപ 180 രൂപ വില ഈ ഭൗമസൂചിക പദവി ലഭിച്ചതിന് ശേഷം എത്തിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ശർക്കര ഇപ്പോൾ അരിച്ചു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കല്ല്, കരട്, ബീഡിക്കുറ്റി, തീപ്പെട്ടി കമ്പൊക്കെയാണ്. പക്ഷേ മറയൂർ ശർക്കരയിൽ എല്ലാ പ്ലാന്റിലും അരിപ്പ വെച്ച് അരിച്ച് പാവ് അരിച്ചാണ് ഇപ്പോൾ ശർക്കര എടുക്കുന്നത്. ഇതാണ് മറയൂർ ശർക്കര എന്ന് പറയുന്ന സാധനം. ഇതിന് ഭൗമസൂചിക GI സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള കാരണം ഇത് കരിമ്പിന്റെ ജ്യൂസ് മാത്രം, വേറെ ഒരു സാധനവും ഇതിനകത്ത് ചേർക്കുന്നില്ല. ഇതിന് അത് 100% പ്യുവറാന്നുള്ളതിനെയാണ് ഈ ഭൗമസൂചിക പദവി ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഇതിന് വേറെ യാതൊരു കെമിക്കലും ഇതിനകത്ത് ചേർക്കുന്നില്ല, യാതൊരു കൃത്രിമവും ഇതിനകത്ത് ചേർക്കുന്നില്ല. അതാണ് മറയൂർ ശർക്കര തേടി വരാനും ഇത് വിൽപ്പനയ്ക്കുള്ള ഏറ്റവും വലിയ പ്രധാന കാരണം. ഇത് സാധാ ശർക്കര, ഇതിനകത്ത് ചുക്ക് ചേർത്ത് ശർക്കര എടുക്കുന്നുണ്ട്, ജീരകം ചേർത്ത് ശർക്കര എടുക്കുന്നുണ്ട്, പിന്നെ ഈ ഉണ്ട ശർക്കര അല്ലാതെ ഇത് പൊടിയാക്കുന്നുണ്ട്. ഈ സാധനം എടുത്ത് കുറുക്കി പറ്റിച്ച് നമ്മൾ പാത്രത്തിൽ ഒഴിച്ച് കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക സംവിധാനമുണ്ട്. ആ സംവിധാനം വെച്ച് ഉരുട്ടിക്കഴിഞ്ഞാൽ അത് പൊടിയാവും. ആ പൊടി ആകുമ്പോൾ അതിനകത്ത് ഒട്ടും ജലാംശമില്ല. അത് ഈ ശർക്കര 2 മാസം ഇരിക്കുമെങ്കിൽ ഈ പൊടി 4 മാസം ഇരിക്കും. വർഷങ്ങളായി മറയൂർ ശർക്കര ഉൽപ്പാദിപ്പിച്ചു വരികയാണ് വിജയൻ അമ്പിളി ദമ്പതികൾ. ഇവരുടെ ശർക്കര ഉൽപാദന കേന്ദ്രം ഇന്ന് വിനോദസഞ്ചാരികളുടെ ശ്രദ്ധാകേന്ദ്രം കൂടിയാണ്. മറയൂർ ശർക്കരയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറയൂർ ശർക്കരയ്ക്ക് മധുരമാണ്. ഇന്ത്യയിലെ തന്നെ മറ്റേത് സംസ്ഥാനങ്ങളിൽ ചെന്ന് കരിമ്പ് നോക്കിയാലും നമുക്കൊരു പുളിപ്പോ ഉപ്പുരസോ ഉണ്ടാവും. മറയൂർ മണ്ണിന്റെ പ്രത്യേകതയാണ്. മറയൂർ ഗോൾഡ് എന്നാണ് ഇതിന് പറയുന്നത്. മറയൂർ ചന്ദനം പോലെ തന്നെ ഇവിടെ വിളയുന്ന കരിമ്പിന് ഉപ്പുരസം ഉണ്ടാകില്ല. ഇവിടുത്തെ മണ്ണിന്റെ പ്രത്യേകത. ഇപ്പോൾ കോട്ടയം അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഇപ്പോൾ എറണാകുളം ഏത് ജില്ലയിൽ ചെന്ന് കരിമ്പ് കൃഷി ചെയ്താലും ഒന്നെങ്കിൽ ഒരു പുളിപ്പുണ്ടാവും, അല്ലെങ്കിൽ ഉപ്പുരസം ഉണ്ടാവും. മറയൂർ ശർക്കര പ്യുവർ മധുരമാണ്. ഇടുക്കി ജില്ലയിലെത്തുന്ന വിനോദസഞ്ചാരികളിലേറെയും മറയൂർ ശർക്കരയുടെ മാഹാത്മ്യം അറിയാതെ മടങ്ങാറില്ല. ശർക്കര ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ട് നേരെ ലൈവായിട്ട് കണ്ട് കൊണ്ടുപോകുന്ന ഒരു ഇതാണ്. ചിലരൊക്കെ ഇത് ആദ്യം തൊട്ട് തന്നെ ഇത് എങ്ങനെയാണെന്നുള്ളത് കണ്ട് നിന്ന് മുഴുവൻ കണ്ട് മേടിച്ചു പോകുന്ന ഒരു ആൾക്കാരും ഉണ്ട്. ഇപ്പം ഞങ്ങൾ വാങ്ങുന്നില്ലെന്ന് പറഞ്ഞ് ഉദ്ദേശിച്ച് വരുന്ന ആൾക്കാർ കൂടെ ഇത് നിന്ന് കണ്ടുപോകും. എങ്ങനെയെങ്കിലും കുറച്ച് ശർക്കര വാങ്ങിക്കാതെ അവർ പോകത്തില്ല. ഇവിടെ വന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുക്കലൊക്കെ കിട്ടുന്നത് ഇന്ന് കേരളത്തിൽ കൂടുതൽ 90% കിട്ടുന്നത് തമിഴ്നാട് ശർക്കരയാണ്. അത് കൂടുതലും കെമിക്കലിട്ട ശർക്കരയാണ്. തോട്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന കരിമ്പ് നീരാക്കി മാറ്റുകയാണ് ശർക്കര നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം. ഈ കരിമ്പെടുത്ത് നമ്മൾ ഈ മെഷീനിൽ കൊടുത്ത് ജ്യൂസ് ആക്കുന്നു. ജ്യൂസ് ഈ പാത്രത്തിൽ വന്ന് ഈ പാത്രത്തിൽ വന്ന് വീഴും. ഇതിൽ നിന്ന് അവരൊരു പമ്പ് വെച്ചിരിക്കുകയാണ്. ആ പമ്പ് വഴി ജ്യൂസ് നമ്മുടെ അങ്ങോട്ട് പോകും. കരിമ്പ് നീര് ഇനി നേരെ സംഭരണ ടാങ്കിലേക്ക്. ജ്യൂസ് അടിച്ച് ആ ജ്യൂസ് ഒരു പമ്പ് വഴി ഈ ഓസ് വഴി ഈ പാത്രത്തിൽ വന്ന് സ്റ്റോക്കമാണ്. ഈ ഒരു പാത്രമാണ് നമ്മൾ ഒരു സമയം പറ്റിക്കുന്നത്. ഇതിനകത്ത് 700 ലിറ്ററാണ് നമ്മൾ വിടുന്നത്. കൂടുതൽ ഇത് 1000 ലിറ്റർ വരെ കപ്പാസിറ്റി ഉണ്ട്.
ഇപ്പോൾ 700 ലിറ്റർ വിടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 1000 രൂപൻ്റെ ശർക്കരയുടെ ക്വാളിറ്റി വ്യത്യാസം വരും. ജ്യൂസിൻ്റെ അളവ് കുറയും തോറും ശർക്കരയ്ക്ക് ക്വാളിറ്റി കൂടും. അതുകൊണ്ട് നമ്മൾ ഒരു 700 ലിറ്റർ ഇടത്തോട്ട് ഒരു 150 കിലോ ശർക്കരയ്ക്ക് എന്നുള്ള കണക്കിൽ 200-250 കിലോ വരെ നമുക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് ജ്യൂസ് സ്റ്റോക്കുണ്ട്. ഈ സ്റ്റോക്കുള്ള ജ്യൂസ് നമ്മൾ ഇതുപോലെ ഇവിടെ ഈ ഓസ് വെച്ച് ഇപ്പം ഈ വാൽവ് തുറന്ന് ഇതിനകത്തോട്ട് വിടും. ഇതിനകത്ത് ഈ പാത്രത്തിൻ്റെ പേര് കൊപ്ര എന്നാണ്. ഇതിനകത്ത് 3.5 മണിക്കൂർ തീയെത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് ശർക്കരയാവും. ഇപ്പോൾ ഈ കിടക്കുന്നത് 3 മണിക്കൂറായിട്ടുണ്ട്. ഇനി അരമണിക്കൂർ കൊണ്ട് നമുക്കിത് ഇറക്കാൻ പറ്റും. ഈ പാനീയം ഓരോ ഘട്ടത്തിലും പ്രത്യേകം അരിച്ചെടുക്കുന്നു. ടാങ്കിൽ നിന്ന് കൂറ്റൻ ശർക്കര പാത്രത്തിലേക്ക് ഒഴുക്കുന്ന ലായനി നിശ്ചിത സമയം ചൂടാക്കുന്നു. ശർക്കര ഉൽപ്പാദിപ്പിച്ച ശേഷം ലഭിക്കുന്ന കരിമ്പിൻ ചണ്ടി ശേഖരിച്ച് ഉണക്കി വിറകായി ഉപയോഗിക്കുന്നു. ചൂടാക്കിയ കരിമ്പിൻ നീര് പ്രത്യേക തടി കൊണ്ട് നിർമ്മിച്ച ശർക്കര തോണിയിലേക്ക് അരിച്ചൊഴിക്കുന്നു. രൂപത്തിലും സ്വാദിലും നിറത്തിലുമെല്ലാം ഏറെ വ്യത്യസ്തമായ ഒന്നാണ് മറയൂർ ശർക്കര. ഉയർന്ന ഊഷ്മാവിൽ ശർക്കര തോണിയിൽ കാച്ചി വറ്റിക്കുന്ന ശർക്കരപ്പാവ് പിന്നീട് കൈപുണ്യത്തിലൂടെ മധുരമുള്ള ശർക്കരയായി മാറ്റിയെടുക്കുന്നു. ഇതിപ്പോൾ നമ്മൾ ഇറക്കാറായിട്ടുണ്ട്. ഇപ്പോൾ അവർ നോക്കുന്നത് ഇത് വെള്ളത്തിൽ കൈ വെച്ചിട്ട് അതിൽ നിന്ന് എടുത്തു വെച്ച് നോക്കും. അതൊരു എക്സ്പീരിയൻസ് ആണ് ഇത് നോക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ 3.5 മണിക്കൂർ കഴിഞ്ഞു. 1 മണിക്കൂർ മാക്സിമം ഒരു 5 മിനിറ്റിനകം നമുക്കിത് ഇറക്കാൻ പറ്റും. ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇറക്കുവാണ്. അതേ വാൽവ് ഊരിക്കഴിഞ്ഞു. ഇപ്പം നമ്മളിതിപ്പോൾ ഇറക്കിയിട്ട് ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പം കട്ടിയായിട്ട് വരുവാണ്. ഇതിപ്പം നമ്മളിതിങ്ങനെ കയറ്റി വെക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഇങ്ങനെ തന്നെ ഇട്ട് നമ്മൾ തണുപ്പിക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ശർക്കരയുടെ ക്വാളിറ്റി നഷ്ടപ്പെടും. അപ്പോൾ അത് ക്വാളിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈഡിലേക്ക് ഇതിങ്ങനെ കയറ്റി വെക്കുന്നത്. ശർക്കര തോണി എന്നാണ് പറയുന്നത്. 12-10 തടി ഇതിന്റെ സൈസ്. ഇപ്പോൾ ഇതിനകത്ത് നമുക്കൊരു 200 കിലോ ശർക്കര വരെ ഉരുട്ടി ഇടാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉള്ള ഒരു തോണി. ഇതിപ്പോൾ വാഴയുടെ തടിയാണ്. വാഴ, മാവ് ഇങ്ങനെയുള്ള തടികളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതായത് ചൂട് ചെല്ലുമ്പോൾ കറയിളകാത്ത മരങ്ങളാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ പാവ് ഇതിനകത്ത് വന്നു. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് കൂടി ആകുമ്പോഴത്തേക്ക് തണുക്കും തോറും ഇത് കട്ടിയായിട്ട് വരും. കട്ടിയായത് പെട്ടെന്ന് തണുക്കാൻ വേണ്ടി നമ്മൾ ഈ പറയുന്ന ഇതിന് തടി എന്നാണ് പറയുന്നത്. ഈ തടി വെച്ച് നമ്മൾ ഈ സൈഡിലേക്ക് എല്ലാം ഇനിയിപ്പോൾ കയറ്റി വെക്കാൻ തുടങ്ങും. പെട്ടെന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. തണുപ്പിച്ചിട്ടാണ് നമ്മൾ ഉരുട്ടാൻ തുടങ്ങുന്നത്. ഒരു അരമണിക്കൂറിനകം നമുക്ക് ഉരുട്ടാൻ തുടങ്ങാം. ഇതിപ്പോൾ 140 ഡിഗ്രി ചൂടായിട്ടാണ് ഈ സാധനം കിടക്കുന്നതിനകത്ത്. യാതൊരുവിധ കൃത്രിമ വസ്തുക്കളും കലർത്താതെയാണ് കുടുംബശ്രീ യൂണിറ്റുകൾക്ക് കീഴിലുള്ള നിർമ്മാണശാലകളിൽ മറയൂർ ശർക്കര ഉൽപ്പാദിപ്പിക്കുന്നത്. നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടവും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ് ശർക്കര ഉൽപ്പാദനം. തണുത്ത് ഖരരൂപത്തിലാവുന്ന ശർക്കര പാവ് കൈകൊണ്ടുരുട്ടി ശർക്കരയാക്കുന്നു. ഇതിപ്പോൾ നമുക്ക് ഉരുട്ടാറായിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ നമ്മുടെ മേളിലേക്ക് കയറ്റി വെക്കുന്നത് തണുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് നല്ല ചൂടാണ്. 140 ഡിഗ്രി ചൂടിലാണ് ഇപ്പോൾ ഈ സാധനം നിൽക്കുന്നത്. അത് പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചുരണ്ടി കയറ്റുന്നത്. ഇപ്പോൾ നമ്മൾ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിൽ നമ്മൾ കൈ മുക്കിയിട്ടാണ് ഉരുട്ടുന്നത്. മറയൂർ ശർക്കരയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കൈപ്പാടാണ്. ഇതുണ്ട്, കൈയുടെ ഇതുണ്ട്. ഈ പാടാണ് മറയൂർ ശർക്കര തിരിച്ചറിയുന്നത്. ശർക്കരയുടെ നിറത്തിലുമുണ്ട് കാര്യം. ഇതിപ്പോൾ ഈ ശർക്കര എന്ന് പറയുന്നത് ഇപ്പോൾ നമ്പർ 1 ക്വാളിറ്റി സാധനമാണ്.
അതായത് കോട്ടയം ഏരിയയിലേക്ക് ഏറ്റവും കൂടുതൽ പച്ചവെട്ടെന്ന് പറഞ്ഞ ശർക്കരയ്ക്കാണ് ഡിമാൻഡ്. അപ്പോൾ ഇത് ഒറിജിനൽ പച്ചവെട്ട് ശർക്കരയാണ്. നമ്മളെടുക്കുന്ന ഓരോ പാത്രത്തിലും ഓരോ കളറായിരിക്കും. ഇപ്പോൾ തൊട്ട് മുമ്പ് നിങ്ങൾ കണ്ടതിൽ ഒരു ശകലം വെള്ള ചേർന്ന കളറായിരുന്നു, ഒരു മഞ്ഞ കളറായിരുന്നു. ഇപ്പോൾ ഇത് പച്ച കളറായിരിക്കും. ഇതാണ് നമ്പർ 1 ക്വാളിറ്റി സാധനം. നമുക്ക് ഓരോ പാത്രത്തിനും ഓരോ കളർ വരും. മാർക്കറ്റ് വരുന്ന ശർക്കര എന്ന് പറഞ്ഞാൽ 16 കിലോ കളർ ശർക്കര വന്നാലും അത് ഒരേ കളറിലായിരിക്കും ശർക്കര വരുന്നത്. അങ്ങനെ ഒരേ കളർ വരാൻ വേണ്ടിയിട്ട് തുണിയുടെ കളറാണ് ചേർക്കുന്നത്. തമിഴ്നാട് പോലെയുള്ള സ്റ്റേറ്റ് തുണിയുടെ കളർ ചേർത്താണ് വരുന്നത്. കുടുംബശ്രീ യൂണിറ്റായി രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് വിജയൻ അമ്പിളി ദമ്പതികൾ മറയൂർ ശർക്കര ഉൽപ്പാദിപ്പിച്ചു വരുന്നത്. ഞങ്ങൾ ഈ ശർക്കര യൂണിറ്റ് നമ്മുടെ കാന്തല്ലൂർ പഞ്ചായത്തിലെ കുടുംബശ്രീ CDSൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പം ഇത് നല്ല രീതിയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്ന ഒരു സംരംഭ യൂണിറ്റാണ്, ശർക്കരയുടെ യൂണിറ്റാണ്. മറയൂർ ശർക്കരയിൽ നിന്നുള്ള വിവിധ ഉൽപ്പന്നങ്ങളും ഇവർ നിർമ്മിച്ചു വരുന്നു. മറയൂർ ശർക്കര കൊണ്ട് നിർമ്മിക്കുന്ന അലുവയുണ്ട്, അതുപോലെ ശർക്കരയുടെ പൊടിയുണ്ട്, പൗഡറായിട്ടുണ്ട്, അതുപോലെ ശർക്കരയുണ്ട്. പിന്നെ ശർക്കരയ്ക്കകത്ത് തന്നെ മറയൂർ ശർക്കരയ്ക്കകത്ത് തന്നെ ചുക്ക, ഏലക്ക, ജീരകം ഒക്കെ ഇട്ട് തന്നെ ഉള്ളൊരു വെറൈറ്റി ആയിട്ടൊരു ശർക്കര കൂടെ ഉണ്ട്. പിന്നെ അതിൻ്റെ പൗഡറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ ചേർത്ത് തന്നെയാണ് നമ്മുടെ ഈ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിൽ ഏറെ സൂക്ഷ്മതയോടെയാണ് മറയൂർ ശർക്കരയുടെ നിർമ്മാണം. അതായത് നമ്മളിവിടെ ഒരു മായമില്ലാത്ത ശർക്കരയാണ് നിർമ്മിച്ചു നൽകുന്നത്. അതായത് രാവിലെ 10 മണി മുതൽ നമ്മൾ 5 മണി വരെ ഇവിടെയുള്ളപ്പോൾ ത്രൂ ഔട്ട് ഇവിടെ ടൂറിസ്റ്റുകളുണ്ട്. അവരുടെ കാങ്ക ജ്യൂസ് അടിച്ച് അവരുടെ കാങ്ക പാത്രത്തിലേതെടുത്ത് ചെടിയെടുത്ത് ഇതിനകത്ത് ഉരുട്ടി അവർക്ക് നമ്മൾ കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന മറയൂർ ശർക്കരയുടെ മാഹാത്മ്യം പുതുതലമുറയ്ക്ക് ഇവർ പകർന്നു നൽകുന്നു. കരിമ്പ് പോലും കണ്ടിട്ടില്ലാത്ത പുതുതലമുറയാണ് ഇന്നിപ്പോൾ നമ്മൾക്കുള്ളത്. ഇവിടെ വരുന്ന പിള്ളേർക്കൊക്കെ കരിമ്പ് എന്നാന്ന് കണ്ടിട്ടില്ല. അവർ അത് തിന്നുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കണം. ഇതിങ്ങനെയാണ് തിന്നുന്നത്, ഇതാണ് കരിമ്പ്, ഇത് വെച്ചാണ് നമ്മൾ പഞ്ചസാര ഉണ്ടാക്കുന്നത്, ഇത് വെച്ചാണ് നമ്മൾ ശർക്കര ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നമ്മൾ കുട്ടികളെ പറഞ്ഞു പഠിപ്പിച്ച് ആണ് വിടുന്നത്. സമയം പോലെ നമ്മളതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാക്സിമം ഞങ്ങൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കും ശർക്കര ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിച്ച് തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട്. മറയൂർ ശർക്കരയ്ക്ക് ഭൗമസൂചിക പദവി ലഭിച്ചെങ്കിലും അതിന്റെ ഗുണം ഇതുവരെയും കർഷകർക്ക് ലഭ്യമായിട്ടില്ല. മറയൂർ ശർക്കര എന്ന പേരിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യാജന്മാരുടെ കടന്നുവരവും ഇതേ തുടർന്ന് കർഷകർ കരിമ്പ് കൃഷിയിൽ നിന്നും പിന്മാറിയതും ഇതിന് വലിയ തിരിച്ചടിയായി. ഇത് കർഷകനായ നീലകണ്ഠൻ നായർ. തന്റെ മറയൂർ ശർക്കര നിർമ്മാണ യൂണിറ്റ് നിലനിർത്താൻ പാടുപെടുകയാണ് ഈ കർഷകൻ. എൻ്റെ സ്വദേശം പാലയാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ഏതാണ്ട് 55-60 വർഷത്തിൻ്റെ അടുത്തായി. ആദ്യം ഇവിടെ വരുന്ന കാലത്ത് നെൽകൃഷിയായിരുന്നു. അത് ഒരു ശരിയായ രീതിയിൽ അല്ല, നമുക്ക് ലാഭം കുറഞ്ഞു എന്നുള്ള ഒരു രീതി വന്നപ്പോൾ കരിമ്പ് കൃഷിയിലേക്ക് മാറി. ഒരു 40 വർഷം മോളായി ഞാൻ കരിമ്പ് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. കരിമ്പ് കൃഷിയിലെ പ്രതിസന്ധിയെ തുടർന്ന് ഈ കർഷകൻ അടയ്ക്ക കൃഷിയിലേക്ക് ചുവട് മാറ്റിയിരിക്കുന്നു. ഇന്നിപ്പോൾ കരിമ്പ് കൃഷി നഷ്ടത്തിലേക്കാണ് പോകുന്നത്. കാരണം കൃഷിയുടെ പോരായ്മ, പണിക്കാരെ കിട്ടാനില്ല, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഇതിൽ നേരിടുന്നുണ്ട്. പിന്നെ വളത്തിൻ്റെ വില കൂടുതൽ. ആദ്യം കൃഷിയൊക്കെ ചെയ്യുമ്പോൾ വളത്തിന് ഫാക്ടംബോസിനൊക്കെ 350 രൂപ വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ആ സാധനം 1600 രൂപ വരെയാണ്. അതുപോലെ യൂറിയയ്ക്കും എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ്. ആ GS സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടും അതുകൊണ്ട് യാതൊരു ഇവിടെ കോഓപ്പറേറ്റീവ് ആയിട്ട് ഞങ്ങൾ കരിമ്പ് കൃഷിക്കാരുടെ ഒരു സംഘം ഉണ്ടായിരുന്നു. ആ സംഘത്തിനാണ് ഈ GS സർട്ടിഫിക്കറ്റ് കിട്ടിയത്. ആ സംഘത്തിലെ സെക്രട്ടറിയും പ്രസിഡന്റും ഒന്നും അതിൻ്റെ പ്രവർത്തനം നേരെ കൊണ്ടുപോകാതെ, അതുകൊണ്ട് ഇവിടുത്തെ മറയൂരിലെ കൃഷിക്കാർക്ക് യാതൊരു പ്രയോജനവും ഇല്ല. കാലാവസ്ഥാ വ്യതിയാനവും കരിമ്പ് കൃഷിക്ക് തിരിച്ചടിയായി. ഇക്കൊല്ലത്തെ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതാണ്ട് നമുക്ക് ഏപ്രിൽ മാസം കിട്ടുന്ന മഴയാണ്. ഇതുവരെ മഴ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈ ജൂൺ മെയ് ഏതാണ്ട് ലാസ്റ്റ് ഈ ആഴ്ചയിലാണ് നമുക്ക് മഴ 1-2 മഴ കിട്ടുന്നത്. അപ്പോൾ കൃഷിയെല്ലാം മൊത്തം ഉണങ്ങി, എല്ലാ കൃഷിയും. ഉൽപ്പാദിപ്പിക്കുന്ന ശർക്കരയ്ക്കാകട്ടെ ന്യായവില ലഭിക്കുന്നുമില്ല. കരിമ്പ് കൃഷി കുറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ
നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന യാതൊരു കെമിക്കലും ഇല്ലാത്ത നല്ല ശർക്കര ഉൽപ്പാദിപ്പിക്കുന്ന ശർക്കരയ്ക്ക് മാർക്കറ്റിൽ നമുക്ക് ന്യായമായ വില കിട്ടുന്നില്ല. ഒരു നിശ്ചിത മാർക്കറ്റ് സംവിധാനമില്ല. രണ്ടാമത്തെ കാര്യം, തമിഴ്നാട്ടിൽ നിന്ന് വ്യാജ ശർക്കര കണ്ടമാനം കേരളത്തിലേക്ക് വരുന്നുണ്ട്. ആ വ്യാജ ശർക്കര മതി. ആ ജനങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നത് 10 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 5 രൂപയ്ക്ക് കിട്ടുവാണെങ്കിൽ ആ സാധനമല്ല ജനങ്ങൾ മേടിക്കുള്ളൂ. മറയൂർ ശർക്കര എന്ന പേരിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യാജന്മാരുടെ കടന്നുവരവും അതേ തുടർന്ന് കർഷകർ കരിമ്പ് കൃഷിയിൽ നിന്ന് പിന്മാറിയതും ഈ മേഖലയെ പ്രതിസന്ധിയിലാക്കി. ശർക്കര നിർമ്മാണശാലയ്ക്ക് പിന്നിലുള്ള തോട്ടത്തിൽ അടയ്ക്കാ കൃഷി ചെയ്തുകൊണ്ടാണ് നീലകണ്ഠൻ നായർ കാർഷിക രംഗത്ത് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. ഞങ്ങൾ കരിമ്പ് കൃഷിയുടെ പ്രതിസന്ധി കാരണമാണ് അടയ്ക്കാ കൃഷിയിലേക്ക് മാറാൻ കാരണം ശർക്കരയ്ക്ക് ന്യായമായ വില കിട്ടുന്നില്ല, പണിയിക്കാൻ ബുദ്ധിമുട്ട്, പണിക്കാരെ കിട്ടുന്നില്ല, വളത്തിന് വില കൂടുതൽ. അത് കാരണം കുറേയൊക്കെ ആൾക്കാർ അടയ്ക്കാ കൃഷിയിലേക്ക് മാറി. ഈ അടയ്ക്ക എന്ന് പറയുന്നത് 2-3 ഐറ്റമാണ്. ഒന്ന് കാസർഗോഡൻ, ഒന്ന് മംഗള, ഇൻട്രമംഗള. ഇൻട്രമംഗളയാണ് ഇപ്പോൾ ഈ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്നത്. ഇത് 3 കൊല്ലമാണ് അവർ പറയുന്നത്. 3-ാം കൊല്ലം കായ്ക്കും സംഗതി. പക്ഷേ അന്നേരം നമുക്ക് അതിനകത്ത് വില കിട്ടില്ല. 4 കൊല്ലം, ഇതിപ്പോൾ 7 കൊല്ലമായതാണ് ഈ മരം. 4-ാം കൊല്ലം മുതൽ നമുക്ക് ന്യായമായ ഒരു ആദായം കിട്ടിക്കൊണ്ടിരിക്കും. 450 മരമാണ് ഒരു ഏക്കറിന് വയ്ക്കാറ്. ഇത് 500 മരത്തിൻ്റെ അടുത്തുണ്ട്. ഈ 500 മരത്തിൻ്റെ അടുത്ത് നമുക്കിപ്പോൾ ഒരു 2.5 ലക്ഷം രൂപ കിട്ടുക എന്ന് പറയുമ്പം ന്യായമായ ഒരു ആദായമല്ല. അപ്പോൾ ഇത് ചുണ്ണാമ്പ് ഇട്ട് കഴിഞ്ഞ് നിർത്തിയേക്ക് വേണം. ഇനി വളം ചെയ്തിട്ടില്ല. വളം ചെയ്യണമെങ്കിൽ ഈ കായ് പറിക്കണം. ഈ കായ് പറിച്ച് കഴിയുമ്പോഴത്തേനും ആ മഴക്കാലം ആവുമല്ലോ. മഴക്കാലം ആയി കഴിയുമ്പോഴത്തേനും ചാണകം അടിച്ചിറക്കി അതിൻ്റെ ചൂടും കളച്ച് റെഡിയാക്കി വിടുകയുള്ളൂ. മൈസൂരിൽ നിന്ന് അവർ തൈ ആയി കഴിയുമ്പോഴത്തേനും നമ്മളെ വിളിക്കും. അരയ്ക്കാ തൈ ഇവിടെ പാകുന്നില്ല ഞങ്ങൾ. അപ്പോൾ അരയ്ക്കാ തൈ ആകുമ്പോഴത്തേനും അവർ വിളിക്കും. ഇന്നപോലെ തൈ ആയിട്ടുണ്ട് ചേട്ടാ വരാൻ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വണ്ടിയായിട്ട് പോയിട്ട് തൈ കൊണ്ടുവന്ന് വിൽക്കുക. കരിമ്പ് കൃഷിയേക്കാൾ ലാഭം അടയ്ക്കാ കൃഷിക്കാണ് എന്ന നിലയിലായി കാര്യങ്ങൾ. 450 മരമാണ് ഒരു ഏക്കറിന് വയ്ക്കാറ്. ഇത് 500 മരത്തിൻ്റെ അടുത്തുണ്ട്. ഈ 500 മരത്തിൻ്റെ അടുത്ത് നമുക്കിപ്പോൾ ഒരു 2.5 ലക്ഷം രൂപ കിട്ടുക എന്ന് പറയുമ്പം ന്യായമായ ഒരു ആദായമല്ല. വ്യാജ മറയൂർ ശർക്കരയുടെ വരവ് കൂടിയതോടെയാണ് കർഷകർ കരിമ്പ് കൃഷി ഉപേക്ഷിച്ചു തുടങ്ങിയത്. ചില്ലറ വിൽപ്പന മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 80 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്, 100 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. ആവറേജ് നമ്മൾ ബൾക്കായിട്ട് വിൽക്കുമ്പോൾ ഒരു 60 രൂപയ്ക്ക് 65 രൂപയ്ക്ക് മുകളിലൊന്നും കച്ചവടക്കാരെടുക്കില്ല, കൊണ്ടുപോകില്ല. നമ്മുടെ ഇവിടെ നിന്ന് 60 രൂപയ്ക്ക് ശർക്കര എടുക്കുമ്പോൾ 40 രൂപയ്ക്ക് തമിഴ്നാട് ശർക്കര കിട്ടും. ആ ശർക്കര കൊണ്ട് മറയൂർ ശർക്കരയാണെന്ന് പറഞ്ഞാണ് അവർ കച്ചവടം ചെയ്യുന്നത്. അതാണ് നമുക്ക് പറ്റുന്ന തോൽവി. ഇതിനിടെ കരിമ്പ് കൃഷി ചെയ്യുന്ന ഭൂമി തരം മാറ്റരുതെന്ന സർക്കാർ ഉത്തരവും നടപ്പായില്ല. നെൽപ്പാടങ്ങളിലാണ് ഈ കരിമ്പ് കൃഷി, നെല്ല് മാറ്റി കരിമ്പ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നികത്താൻ പാടില്ല, വീട് വയ്ക്കാൻ പാടില്ല എന്നൊക്കെയുള്ള നിയമമൊക്കെ ഉണ്ടെങ്കിലും ഇന്നും അത് ഒരു എന്താ പറയുക, ഒരു വലിയ പ്രാബല്യത്തിലൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നഷ്ടത്തിലായ കരിമ്പ് കൃഷി തിരിച്ചുപിടിക്കാൻ തന്നാൽ കഴിയുന്ന ശ്രമങ്ങൾ ഈ കർഷകൻ നടത്തുന്നുണ്ട്. 2500 ഏക്കർ സ്ഥലം മറയൂർ കാന്തല്ലൂർ സ്ഥലത്ത് കൃഷി ഉണ്ടായിരുന്നായിരുന്നു, കരിമ്പ് കൃഷി. ഇന്നിപ്പോൾ അത് കുറഞ്ഞ് ഈ ശർക്കരയുടെ വിലക്കുറവും പണിക്കാരുടെ ബുദ്ധിമുട്ടും വളത്തിൻ്റെ വിലയും കാരണം കുറഞ്ഞിപ്പോൾ ഏതാണ്ട് ചുരുങ്ങിയത് ഇപ്പോൾ എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ ഒരു 500 ഏക്കർ താഴെ കൃഷിയുള്ളൂ. അപ്പോൾ ഇതിന് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഗവൺമെൻറ് തലത്തിലുള്ള തീരുമാനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പാക്കേജ് പ്രഖ്യാപിക്കുക. അതായത് മറയൂർ കേരളത്തിൽ കരിമ്പ് കൃഷി എന്ന് പറയുന്നത് മറയൂർ മാത്രമേ ഉള്ളൂ. ആ മറയൂർ കരിമ്പ് കൃഷിക്ക് ഗവൺമെൻറ് തലത്തിൽ ആ കൃഷി വന്ന് നോക്കി അതിന് ഗവൺമെൻറ് തലത്തിൽ പാക്കേജ് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ കൃഷി ചെയ്യുന്ന ഓരോരുത്തർക്കും അതിൻ്റേതായ സബ്സിഡി ഐറ്റം തന്നാൽ മാത്രമേ കരിമ്പ് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കോയമ്പത്തൂരിൽ നിന്ന് മികച്ച ഇനം കരിമ്പ് തൈകൾ നാട്ടിലെത്തിച്ച് വിതരണം ചെയ്യുന്നു. ഇത് എൻ്റെ കരിമ്പ് തോട്ടമാണ്. ഇതിപ്പോൾ കരിമ്പ് വെട്ടിയെടുത്തിട്ട് ഏതാണ്ട് 2.5 മാസം കഴിഞ്ഞു. ഇപ്പോൾ അത് പണിതുകൊണ്ടിരിക്കുകയാണ്. 35 എന്ന് പറയുന്ന പുതിയ ഇനമാണ്. അത് പഴയ ഒരു 15-20 വർഷം മുമ്പ് കൊണ്ടുവന്ന ഇനമാണ്. അത് ഈ പ്രാവശ്യത്തെ കരിമ്പ് കൃഷിയും കൂടി എടുത്തിട്ട് അത് വേറെ പുതിയ ഐറ്റം റീപ്ലാന്റ് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിലിരിക്കുകയാണ്. ഈ തൈ നടുന്നത് 3 അടി വീതിയിലും 3 അടി അകലത്തിലും റൗണ്ടായിട്ട് കുഴിയെടുത്തിട്ട് ഒരു കുഴിക്കകത്ത് 4 തല വയ്ക്കും.
4 തല വെച്ചാണ് നടുന്നത്. അവൻ ആ തല പൊട്ടിക്കിളുത്ത് ഒരു 6 മാസം ആകുമ്പോഴത്തേനും നല്ല ഫുള്ളായിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് ചേർന്ന് ഇതാവും. നമുക്ക് നല്ല വളർച്ച കിട്ടുന്നുണ്ട്. ഇത് നട്ട് 1.5 മാസം കഴിയുമ്പോൾ ഏതാണ്ട് മുളച്ചൊരു ഒരടി പൊക്കം വരുമ്പോൾ ലേശമായിട്ട് ഫാക്ടംബസ് തൂളി കൊടുക്കും. അത് കഴിഞ്ഞ് അങ്ങനെ വിട്ടേക്കും. പിന്നെ ഒരു 1.5 മാസം കഴിയുമ്പോൾ അത് ഇടയൊക്കെ കിളച്ച് ക്ലിയറാക്കി വീണ്ടും ലേശ വളം കൂടെ കൊടുക്കും. 3 മാസത്തിനകം എല്ലാ വളം ചെയ്ത് എല്ലാ പണിയും തീർന്നിരിക്കണമെന്നാണ്. വിളവെടുപ്പ് 12 മാസം കൃത്യമായിട്ട് വേണം വിളവെടുക്കണമെങ്കിൽ. 12 മാസം കഴിഞ്ഞിട്ടേ വിളവെടുക്കാൻ പറ്റുള്ളൂ. ഒരു പ്രാവശ്യം നട്ടാൽ 2 പ്രാവശ്യത്തിന് വിളവെടുക്കും. മറയൂർ ശർക്കരയുടെ പേരും പെരുമയും നഷ്ടമാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതായത് 2012 സർവേ അനുസരിച്ച് മറയൂർ 1600 ഏക്കർ കൃഷിയുണ്ടായിരുന്നു. ഇപ്പോൾ അത് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിലനിർത്തണമെങ്കിൽ ഇത് ഭൗമസൂചിക പദവി ലഭിച്ച ശർക്കരയാണ്. അത് ആ രീതിയിൽ തന്നെ വിറ്റഴിക്കണം. അതായത് മറ്റ് മറയൂർ ശർക്കര മാർക്കറ്റിൽ വ്യാജം ഇറങ്ങുന്നതിനെ മുഴുവൻ സർക്കാർ തലത്തിൽ തടഞ്ഞ് അങ്ങനെ പാക്ക് ചെയ്ത് വിൽക്കുന്ന തടയുകയാണെങ്കിൽ മറയൂർ ശർക്കരയ്ക്ക് കുറച്ചും കൂടെ ഡിമാൻഡ് വരും. അങ്ങനെ വരുമ്പോൾ കുറച്ച് കർഷകരും കൂടെ ഇതിനകത്തോട്ട് മുന്നോട്ട് വരും. അതായത് മറയൂർ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തുകളിലെ ഒരു 90% ആൾക്കാരും ഈ കരിമ്പ് കൃഷി ആശ്രയിച്ച് മാത്രമാണ് ജീവിക്കുന്നത്. അവരൊക്കെ ആ കരിമ്പ് കൃഷി നമ്മളിവിടെ നിലനിർത്തണം. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നല്ല ഇടപെടലുകൾ ഉണ്ടായാൽ മാത്രമേ ഇത് ഈ കൃഷി നിലനിൽക്കുകയുള്ളൂ. അവസരോചിതമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ ഈ തനത് വിഭവം എന്നേക്കുമായി ഇല്ലാതായേക്കും. ഇവിടെ ഈ ടൂറിസ്റ്റുകൾ തന്നെ വരുന്ന ഈ സാധനങ്ങൾ കാണാനും ഈ ശർക്കര മേടിക്കാനും ഒക്കെയാണ്. അപ്പോൾ ഇത് നിന്നു പോയി കഴിഞ്ഞാൽ അതൊരു വലിയ തീരാ നഷ്ടമാണ്. അപ്പോൾ ഇത് സർക്കാർ തലത്തിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങൾക്ക് സബ്സിഡിയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ തന്ന് നല്ല വിത്തും കൊണ്ട് തന്ന് വളവും നമുക്ക് പാക്കേജ് പ്രഖ്യാപിച്ച് ഞങ്ങളെ പുരോഗമനത്തിലേക്ക് കൊണ്ടുവരാൻ മാത്രമേ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വിജയനെയും അമ്പിളിയെയും നീലകണ്ഠൻ നായരെയും പോലെയുള്ള കർഷകർ ഇന്നും മറയൂർ ശർക്കരയുടെ മാഹാത്മ്യം നിലനിർത്താൻ നിരന്തരം പരിശ്രമിക്കുകയാണ്. നമ്മുടെ കാർഷിക മേഖലയും ഒപ്പം പൊതുസമൂഹവും വേണ്ട പരിഗണന ഇവർക്ക് നൽകുമെന്ന് ഇന്നും അവർ പ്രതീക്ഷിക്കുകയാണ്. നാട്ടുവരമ്പിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്തേ.